രേവതിക്കും കുടുംബത്തിനും പാമ്പുകളെ പേടിക്കാതെ കിടന്നുറങ്ങാൻ വീടൊരുങ്ങുന്നു. രാജേഷിന്റെ മകൾ രേവതി ഉറങ്ങിക്കിടക്കവേ പാമ്പിന്റെ കടിയേൽക്കുകയും ഇളയ മകൾ രേണുകയുടെ കാലിൽ പാമ്പ് ചുറ്റാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. വീടിനുള്ളിലെ മാളങ്ങളിൽ ഒളിച്ചിരുന്ന പാമ്പുകൾ വീടിനുള്ളിൽ വിഹരിക്കുകയും ചെയ്തതോടെ കുടുംബത്തിന് വീട് വിട്ടു പോകേണ്ട അവസ്ഥയുണ്ടായി. പത്തനാപുരം നിയുക്ത MLA ജ്യോതികുമാർ ചാമക്കാല വിഷയം മൗണ്ട് താബോർ ദയര അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് പിടവൂരിലെ രാജേഷിന്റെ വീട്ടിലെത്തിയ മൗണ്ട് താബോർ ദയര അധികൃതർക്കൊപ്പം ജ്യോതികുമാർ ചാമക്കാലയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കൃഷ്ണയും ഗൗരവം മനസ്സിലാക്കുകയും പുതിയ വീട് വെച്ചു നൽകാൻ സന്നദ്ധ അറിയിക്കുകയുമായിരുന്നു. 2 ദിവസമായിട്ട് നമ്മൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ ഒരു മോളെ പാമ്പ് കടിച്ചിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഒരുപാട് പാമ്പുകൾ ആ വീട്ടിലുണ്ട്. അപ്പോൾ 7 എണ്ണത്തിനോളം എനിക്ക് തോന്നുന്നു കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ഥാപക പിതാവ് മാർത്തോമ ദിവന്നാസ്യൂസ് തിരുമേനിയുടെ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇടം ഭവന പദ്ധതി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ആശ്രമം ക്രമീകരിച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ഭയമില്ലാതെ അവർക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും താബോർ പ്രസ്ഥാനം അത് ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണല്ലോ പാർപ്പിടം. മഴയുള്ളപ്പോഴും വെയിലുള്ളപ്പോഴും ഒക്കെ അതിൽ താമസിക്കുവാനും സ്വസ്ഥമായിട്ടിരിക്കുവാനും കുടുംബമായിട്ട് സന്തോഷത്തോട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുവാനും ഒക്കെയുള്ള ഇടമാണല്ലോ ഭവനമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും ആവശ്യമാണ് എന്ന് കണ്ടെത്തി അത് നിർമ്മിച്ചു നൽകുവാനുള്ള എല്ലാ സഹായങ്ങളും താബോർ പ്രസ്ഥാനങ്ങൾ അത് ഒരുക്കി കൊടുക്കും എന്നുള്ളത് സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. താബോർ പ്രസ്ഥാനത്തിൻ്റെ ബർസാറാണ് വന്ദന ഡേവിഡ് കോശെറുമ്പാച്ചൻ, വന്ദന സുബനച്ചൻ ഗവേണിംഗ് ബോഡി മെമ്പർ, അവരെല്ലാവരും ഉണ്ട്. ആ ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. മൗണ്ട് താബോർ ദയറ ഇടം ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രാജേഷിന്റെ കുടുംബത്തിന് പുതിയ വീട് വെച്ച് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.